കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുധീറിന്റെ ഈ പാരന്റിങ് വീഡിയോസ് ഉണ്ടല്ലോ. സാറേ. ഞാൻ പണ്ട് കേട്ടുള്ള ഒരു രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോപ്പറായ അറിവില്ലാതെ ഒരു സംഗതി ചെയ്താൽ കുഴപ്പമെന്ന് പറയും. അതെ 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 അപ്പൊ അറിവില്ലാതെ കിട്ടുന്ന സ്ഥാനം എന്താന്ന് ചോദിച്ചാൽ അത് പാരന്റ്സ് ആണെന്ന് പറയാറുണ്ട്. അതെ 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 അപ്പം നമ്മൾ പലപ്പോഴും അറിവില്ലാതെ പാരന്റ്സ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഉം. പഴയ കാലത്ത് നമുക്കറിയാം, ഇപ്പൊ ഭക്ഷണം പാചകം ചെയ്യാൻ ആർക്കും എന്താ ആവശ്യമില്ല, ഒരു ക്വാളിഫിക്കേഷനോ സർട്ടിഫിക്കേഷനോ ആവശ്യമില്ല. അതെ 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 അതേപോലെ തന്നെ മറ്റ് ഡ്രസ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു വിദ്യാഭ്യാസ യോഗ്യത. ഇപ്പോൾ കൃഷിക്കാർ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ പഴയ കാലത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള ആളുകളെ കൃഷി ചെയ്തത് അല്ലല്ലോ. അല്ല അല്ല ഒരിക്കലല്ല. ഇപ്പോഴും ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉം. ഇപ്പം കർഷകർ ചെയ്യുന്നവർ കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവരെങ്ങനെ കൃഷി പഠിച്ചു? എന്നപോലെ തന്നെ പാരമ്പര്യമായി മക്കളെ വളർത്തുന്ന കാര്യങ്ങളും അത് പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഇടപെട്ടുകൊണ്ട് കുട്ടികൾ വളർത്തുന്ന കാര്യത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങളെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയൊക്കെ കൃത്യമായി നിർദ്ദേശിച്ച് പഠിപ്പിക്കുന്ന ശീലം പണ്ടുണ്ടായിരുന്നു. അതെ അതെ ഇപ്പം അതില്ല. ഇല്ല. ഇപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, എല്ലാവരും അണുകുടുംബങ്ങളായി മാറിപ്പോയി. ന്യൂക്ലിയർ ഫാമിലിയായി മൊത്തത്തില്. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ പലർക്കും എങ്ങനെയാണ് നല്ല പാരന്റ് ആവേണ്ടത് മനസ്സിലാവുന്നില്ല. അതെ അവർ ചെയ്യുന്ന കുഴപ്പങ്ങളിൽ പ്രോപ്പറായ ഇടപെടൽ സംഭവിക്കുന്നില്ല. തീർച്ചയായും അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സുധീറിന്റെ ഈ വീഡിയോസ് വളരെ എഫക്റ്റീവായി തോന്നി. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സ്കൂൾ തുടങ്ങിയ സമയമാണ്. അതെ അപ്പോൾ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് പുതിയ പുസ്തകങ്ങളും അതുപോലെ പുതിയ ബാഗും അതുപോലെ ഒരുപാട് പുതിയ മാറ്റങ്ങൾ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്കൂളുകൾ, അതെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറിയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. തീർച്ചയായും ഇതൊന്നും പലപ്പോഴും പാരൻസ് ശ്രദ്ധിക്കാറില്ല. ഏതായാലും എനിക്ക് ആ ചില വീഡിയോസ് ഉണ്ടല്ലോ, ഇപ്പോൾ സുധീർ പറഞ്ഞ ആ ഐ ലവ് മൈ ഡാഡ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ആ ഒരു ഭയങ്കര ചില കാര്യങ്ങൾ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ എനിക്ക് 4 കുട്ടികളുള്ളത്. ഞാൻ അപ്പോൾ ഈ വീഡിയോക്ക് ശേഷം പല ആളുകളും ചോദിക്കുന്നത്, നീ ഇങ്ങനെയാണോ എന്ന ചോദ്യമാണ്. നമ്മൾ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ നേരത്തെ മുതലേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. നമ്മൾ വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. തീർച്ചയായും. അതിന്റെ ഭാഗമായിട്ട് ഒരു 4 കുട്ടികളായപ്പോൾ നമ്മൾ വീണ്ടും അതിൽ എക്സ്പീരിയൻസ് ചെയ്യാണ് പല വിഷയങ്ങളും. അപ്പോൾ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, പാരൻസിൽ പലപ്പോഴും പാരൻസ് രണ്ടുപേരും എന്ന് വെച്ചാൽ അച്ഛനായാലും അമ്മയായാലും ഇവരൊക്കെ തന്നെ വലിയ തിരക്കിലാണ്. അവരെ തിരക്കിന്റെ ആ ഇടയിൽ കുട്ടികളെ വളർത്തൽ, കുട്ടികൾക്കുണ്ടാവേണ്ട പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിലുള്ള ഇടപെടലുകൾ, അവരെ ലൈഫിലുണ്ടാകുന്ന കൃത്യമായി നിർബന്ധമായി ചില തിരുത്തലുകൾ ആവശ്യമുണ്ടാകുമ്പോൾ പ്രോപ്പറായ ഇടപെടലുകൾ, ആ പ്രോപ്പറായ ഇടപെടൽ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേദനിപ്പിക്കാതെ എന്നാൽ കാര്യം ഗ്രഹിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണം. സാർ നേരത്തെ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയിപ്പോയി, അണുകുടുംബം ആയിപ്പോയി. നേരത്തെ ജോയിന്റ് ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പം അച്ഛനില്ല അമ്മ ഇല്ല എങ്കിൽ അവരെ പരിചരിക്കാനും സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഹാൻഡിൽ ചെയ്യാനും വേറെ കുറച്ച് ആളുകളുണ്ടാവും, ആബ്സെൻസിന് പരിഹാരം ഉണ്ടായിരുന്നു. യെസ്. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് അച്ഛൻ തിരക്കിലാണ്, അമ്മ തിരക്കിലാണ്, ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. അതെ. ആ കുട്ടി ഒറ്റക്ക് എലോണായിട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഒരു കുട്ടിയോ 2 കുട്ടിയോ വളർത്താൻ വലിയ പ്രയാസമാണ്. 4 5 കുട്ടികൾ വളർത്താൻ എളുപ്പമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മൂത്ത കുട്ടികൾ ചെറിയ കുട്ടികളുടെ പാരന്റായി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അതന്നെ. അത് ചെറിയ കാര്യമല്ല. ഇപ്പൊ പാരന്റ്സ് ബിസി ആവുന്ന ഘട്ടങ്ങളിൽ ആ കുട്ടിയെ നോക്കാൻ പലപ്പോഴും മുത്തശ്ശിമാരോ മുത്തച്ഛന്മാരോ ഒഴിവില്ല. പക്ഷേ ഒരു വീട്ടിൽ 5 6 മക്കളുള്ള ഒരു വീട്ടാണെങ്കിൽ അവിടെ ചെറിയ കുട്ടി എന്ന് പറയുന്ന കുട്ടിക്ക് ഈ പാരന്റ് കൂടാതെ മൂത്ത മക്കൾ പാരന്റാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ 16 വയസ്സുള്ള ഒരു മൂത്ത മകൾ ഉള്ള ഒരു അമ്മക്കാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി ജനിച്ചപ്പോൾ ഇപ്പം ആ കുട്ടിയെ സംബന്ധിച്ച് 2 അമ്മയുള്ള പോലെയാണ്. ഈ 16 വയസ്സുള്ള മോൾ പലപ്പോഴും കുളിപ്പിക്കും, അതുപോലെ എന്താണ് കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് തന്നെയാണ് മറ്റേ സ്ത്രീ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും ഇവളും പഠിക്കുന്ന സ്റ്റുഡന്റ് തന്നെയാണ്, +1 പഠിക്കുകയാണ്. ഇവളും ആ സ്ഥലത്ത് ഇടപെടാനും ഹാൻഡിൽ ചെയ്യാനും. ശരിക്കും ആ 16 വയസ്സുള്ള കുട്ടിക്ക് ശരിക്കും ഇതൊരു പേരന്റിങ് കോച്ചിങ് ആണല്ലോ. തീർച്ചയായിട്ടും. അവർക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അറിവാണ്. നമ്മൾ സാധാരണഗതിയിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടീനെ വളർത്താനാണ് പ്രയാസം. കുട്ടികളെ ഒരു 3 4 5 കുട്ടികളെ വളർത്തുന്ന ഒരു പ്രയാസമില്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ സംസാരം പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും 5 കുട്ടികളോ നിങ്ങൾക്കൊക്കെ പ്രസവിക്കൽ മാത്രമാണോ പണി എന്ന് പരിഹസിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ കൂടുതൽ കുട്ടികളെ നമ്മൾ കാണുന്നില്ല, കൂടുതൽ കുട്ടികളുള്ള മാതാപിതാക്കളെ നമ്മളിപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ
ഒരു കുട്ടിയാണെങ്കിൽ 2 കുട്ടികളാണ്, അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. എങ്ങനത്തെ ശ്രദ്ധ? ഇപ്പോൾ പഠിത്തത്തിൽ കർശനായിരിക്കും, പഠിത്തത്തെ വിഷയത്തിൽ കർശനമായി നീ അങ്ങനെ ചെയ്തേ പറ്റൂ, നീ ഇങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പോൾ അവർക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഫീലിങ്സ് മനസ്സിലാക്കാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയില്ല. ഇതിലെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് 20 വയസ്സ് ഏത് പ്രായത്തിലായിക്കോട്ടെ, 10ാം ക്ലാസ്സിന് ശേഷം എടുക്കുന്ന കോഴ്സുകൾ അതെന്തായിരിക്കണമെന്ന് കുട്ടിക്കൊരു അഭിപ്രായം ഉണ്ടാവും. അതെ, പാരന്റ്സിന് വേറെ അഭിപ്രായം ഉണ്ടാവും, ഒരുപക്ഷെ ബന്ധുക്കൾക്കോ മറ്റവർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. ഇവർ ഈ അഭിപ്രായം പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ കുട്ടിയുടെ താല്പര്യങ്ങളെ കൃത്യമായി പരിഗണിക്കാതെ നമ്മളൊരു കോഴ്സ് അടിച്ചേൽപ്പിക്കുമ്പോൾ മിക്കവാറും കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. ആ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു വലിയ തോതിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പരിഹരിക്കപ്പെടാത്ത പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടി പലപ്പോഴും മുതിർന്ന വലിയൊരു മനുഷ്യനായി കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി മാത്രമാണ് പാരൻസിനുള്ളൂ എങ്കിൽ അതോടുകൂടി പാരന്റിനെ കുട്ടികളില്ലാത്തൊരവസ്ഥ അനുഭവിക്കും. പക്ഷെ 4-5 കുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പ്രശ്നമില്ല. ഇവിടെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ഭാവിയിൽ ഇപ്പോൾ പാരൻസിൻ്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അതെ അതെ. ഇത് മാത്രമല്ല, ഇനി വൃദ്ധരായി കഴിഞ്ഞാൽ ഒരാൾക്ക് 5-6 മക്കളുണ്ടെങ്കിൽ 5-6 മക്കൾക്ക് ആ മാതാപിതാക്കളെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരൊറ്റ കുട്ടി മാത്രമാണെങ്കിലോ? സാറേ, നമ്മളിത് ഈ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ 2 ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത വന്നു. ഇലോൺ മസ്ക് പറഞ്ഞൊരു വാർത്ത, ഇന്ത്യയിൽ പിന്നെ ജനസംഖ്യ കുറയുന്നു, അടുത്ത ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് വാർദ്ധക്യമുള്ള ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ്, കുട്ടികളുടെ എണ്ണം കുറവാണ്. അത് ഇന്ത്യയിലുള്ള പിന്നെ വിദ്യാഭ്യാസം കൂടിയതിന്റെ പ്രശ്നമാണെന്ന് ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും ശാസ്ത്ര രംഗത്ത് ഏറ്റവും മുമ്പന്തിൽ നിൽക്കുന്ന ഒരാളാണ് ഈ വിഷയം പറഞ്ഞത്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, ലോകത്ത് സാമൂഹികമായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ളത് ഇലോൺ മസ്കിന്റെ പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മൾ വെറും അയാളൊരു പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷൻ വെച്ച് മാത്രം അയാളെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തറിയോ, അയാൾക്ക് എത്ര മക്കളുണ്ടെന്നറിയോ? അയാൾക്ക് 10 മക്കളുണ്ടെന്ന്. അപ്പോൾ അയാൾ വെറും ഒരു പണം ഉണ്ടാക്കുന്നതിലോ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നതിലോ മാത്രമല്ല, അയാൾ സാമൂഹികപരമായി ഈ വിഷയങ്ങളെ കൂടെ അയാൾ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം മനുഷ്യ കുലം നിലനിൽക്കണമെങ്കിൽ കൂടുതൽ ജനസംഖ്യ ആവശ്യമാണ്. ഓരോ കുടുംബങ്ങളിലും കൂടുതൽ മക്കളില്ലെങ്കിൽ സ്വാഭാവികമായി ഫ്യൂച്ചർ ഭയങ്കര കൺഫ്യൂസ്ഡും ഭയങ്കര കൺജസ്റ്റഡുമായി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ഒരുപാട് പണം ചെലവഴിയും. ആ കുട്ടിയെ വളർത്തി ഒരു ആളാക്കുമ്പോഴേക്ക് ജീവൻ നമ്മൾ എന്താ പറയുക, അത്രയും എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ കുട്ടികളെയും അവരെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനും വളരാനും ഇടപെടാനും പഠിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയായിരിക്കും കുട്ടികളുടെ യഥാർത്ഥ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുക. ഞാൻ ആലോചിക്കുന്നത്, പഴയ കാലത്ത് ലോകം കണ്ട ഓരോ പ്രശസ്തരായ പേഴ്സണാലിറ്റികളെ ഇവിടെ നിങ്ങൾ ഇൻഡിവിജ്വലായി പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. അല്ലാതെ നമ്മളിപ്പം കുട്ടികളെ വളർത്തുന്ന പോലെ ഒരു ബ്രോയിലർ ചിക്കൻ പോലെ ഒരു ബ്രോയിലർ ബേബിയെ വളർത്തി കഴിഞ്ഞാൽ ഈ ലോക പ്രശസ്തരെ, ഇപ്പം സാറ് പറഞ്ഞല്ലോ ലോക പ്രശസ്തരെ, എന്നെ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത്, പല ആളുകളെ നോക്കുമ്പോൾ 3, 4, 5 മക്കള്, അതായത് 5 കൂടുതൽ മക്കളുള്ള ആളുകൾക്കാണ്, അത്തരം ആ ഒരു പരമ്പരയിലുള്ള ആളുകളായിരിക്കും അതിനകത്ത് 7ാമത്തെ ആള്, 6ാമത്തെ ആള്, 5ാമത്തെ ആള് രോഗപ്രശസ്തരായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ സാറ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നതാണ്. ഏതായാലും നമ്മളിതിൽ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പണമുണ്ടാക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനും അതുപോലെ മറ്റു പല മേഖലയിലും അവനവനക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനേക്കാളും നമുക്ക് പ്രധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാമൂഹികമായ കെട്ടുറപ്പാണ്, ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പാണ്. ആ കെട്ടുറപ്പിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാളും പണത്തിനെ പറ്റി ഒരുപാട് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് പണമുണ്ട്. ഇപ്പം വരാൻ പോകുന്ന തലമുറയുടെ അവസ്ഥ വെച്ചാൽ ഒരുപാട് പണം ഉണ്ടാകും, പക്ഷേ ആരുമില്ലാത്തൊരവസ്ഥയുണ്ടാകും. ഈ പണം കൊണ്ട് എന്ത് കാര്യമുള്ളത്? സോ ഏതായാലും ഈ വിഷയത്തിൽ വളരെ കാര്യമായി ചിന്തിക്കേണ്ടതുണ്ട്. കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ സ്വഭാവ രൂപീകരണം, കുട്ടിയുടെ ഭാവി, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഒരുപാട് പണം ചെലവഴിച്ച് വലിയ സമ്പത്തൊക്കെ ചെലവഴിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം ചെലവ് കുറഞ്ഞ രൂപത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ ഇഷ്ടത്തിലേക്ക് വിട്ടുകൊടുക്കുക, അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് അവർ വിടുക. സാമൂഹികമായി ഇടപെടുക. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വലിയ പണം ചെലവഴിച്ച് പഠിക്കുന്ന കുട്ടി വളരുമ്പോൾ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ തുറയിലുള്ള ആളുകളുമായി ഇടപഴകാനോ അവർക്ക് സാധാരണ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. അതേസമയത്ത് നമ്മൾ ഗവൺമെൻറ് സ്കൂൾ പോലെയുള്ള സാധാരണ സ്കൂൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തരം സാഹചര്യങ്ങളെയും കുട്ടിക്കാലത്ത് തന്നെ അഭിമുഖീകരിക്കാൻ പഠിക്കുന്നുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു നോളജാണ്, വലിയൊരു സ്കില്ലാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ലൈഫിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ്
അത്തരം കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾ കുട്ടികൾ ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ സാർ ഇത് പറഞ്ഞപ്പോഴേ ഇപ്പൊ ഈ അടുത്ത് ഈ നീറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. ആ നീറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായി. ആ പരീക്ഷ രണ്ടാമത് നടത്താൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് ആ സ്ട്രെസ് കാരണം രണ്ടാമത് പരീക്ഷ എഴുതണമല്ലോ എന്ന സ്ട്രെസ് കാരണം 14ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു ഇന്ത്യയിൽ മൊത്തത്തില്. അപ്പോൾ ഈ ചെറുപ്രായത്തിലെ ആ സ്ട്രെസ്സും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സ്വന്തം ഇഷ്ടത്തിനായിരിക്കില്ല അവര് ഈ കോഴ്സിന് പഠിക്കുന്നത്, അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു. ഈ സ്ട്രെസ്സും പഠിത്തവും ഇതെല്ലാം കാരണം വീണ്ടും ഈ പരീക്ഷ മാറ്റിവെച്ച വീണ്ടും അതിലേക്ക് വരുമ്പോൾ താങ്ങാൻ വയ്യാണ്ട് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്രോയിലർ ചിക്കൻ പോലെ ആയിരിക്കും ആ കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവുക. അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്.